ETF സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അവിടെയാണ് വിപണനം നടത്തുന്ന, അവിടെ നിന്നാണ് നമ്മൾ യൂണിറ്റ് വാങ്ങിക്കുന്നത്. എന്നാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ നിന്ന് ആണ് വാങ്ങിക്കുന്നത്. പിന്നെ ETF-ന് നമുക്ക് നിർബന്ധമായിട്ടും ഡിമാറ്റും ട്രേഡിംഗ് അക്കൗണ്ടും വേണം. മ്യൂച്വൽ ഫണ്ട് ഡിമാറ്റ് ഇല്ലാത്ത ഒരാൾക്കും വാങ്ങിക്കാൻ കഴിയുന്നതാണ്. ETF യൂണിറ്റുകളായിട്ടാണ്, സ്വർണത്തിൻ്റെ അംശങ്ങളായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. എന്നാൽ മ്യൂച്വൽ ഫണ്ട് തുകയായിട്ടാണ്. ആ തുകയെ യൂണിറ്റായിട്ട് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളുണ്ടാകും, പക്ഷേ എന്നാലും അതിന് ഫ്രാക്ഷൻ പറ്റും. അപ്പോൾ നമുക്ക് 1000 രൂപ, 500 രൂപ, 50,000 രൂപ എന്ന് പറഞ്ഞ് തുകയായിട്ട് വാങ്ങിക്കാൻ മ്യൂച്വൽ ഫണ്ട് പറ്റും. ETF എന്തായാലും എനിക്ക് സ്വർണത്തിൻ്റെ ഇത്ര യൂണിറ്റ് വേണം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിക്കുക. ETF-ൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ SIP അത് സാധാരണ നിലയ്ക്ക് ലഭ്യമല്ല. ചില കമ്പനികൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് വളരെ സാർവത്രികമല്ല. അത് തുകയ്ക്കല്ല, യൂണിറ്റിനാണ് SIP. എല്ലാ മാസവും ഞാൻ 100 യൂണിറ്റ് വെച്ച് വാങ്ങിച്ചോളാം എന്ന് പറയുമ്പോൾ സ്വർണത്തിന് വില വ്യത്യാസം വരുമ്പോൾ നമ്മുടെ തുക ചിലപ്പോൾ നമ്മുടെ ബജറ്റിനകത്ത് നിന്നോളണമെന്നില്ല. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ SIP എല്ലാ കമ്പനികളും എല്ലാ ഫണ്ടുകൾക്കും SIP കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായ തുകയാണ്. ഓരോ മാസവും ക്ലിപ്തപ്പെടുത്തിയ തുക 5000 രൂപ വെച്ചൊരു മാസം എന്ന് പറഞ്ഞാൽ 5000 രൂപ വെച്ച് തന്നെയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. എക്സ്പെൻസ് റേഷ്യോ, ഞാൻ മുമ്പ് പറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ നോക്കണമെന്ന് പറഞ്ഞില്ല, ചിലവിൻ്റെ റേഷ്യോ, അത് ETF-ൽ താരതമ്യേന കുറവായിരിക്കും. മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഇത്തിരി ഭയങ്കര വലിയ വ്യത്യാസമില്ല. ETF-നെ അപേക്ഷിച്ച് ചെറിയ രീതിയിൽ മ്യൂച്വൽ ഫണ്ടിൽ അത് കൂടുതലുണ്ടാവാം.